Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കപ്പലണ്ടിയുടെ പ്രിപ്പറേഷൻ ആണ് കാണാൻ പോണേ. ഇത് നമ്മുടെ സ്വന്തം മസാല കപ്പലണ്ടി. മഴക്കാലത്തും സിനിമ കാണുന്ന സമയത്തും ഒക്കെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ കപ്പലണ്ടി വിത്ത് സബോളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി, നമ്മൾ അപ്പുണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി, അതാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇടേണ്ടത്. 1/4 ടീസ്പൂൺ കായപ്പൊടി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പിടണം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ജീരകമാണ്, ചെറുജീരകം. അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകം. പിന്നെ നമുക്ക് വേണ്ടത്, ഇപ്പം നമുക്ക് പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 1 സ്പൂണ് പെരിഞ്ജീരകമാണ് ക്രഷ് ചെയ്തെടുത്തത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അധികം വെള്ളം ഒഴിക്കരുത്, ഇത് ലൂസ് ആവരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇരിക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ലൂസും അല്ല, അത്രയും കട്ടിയല്ല, ആ നിലയ്ക്കാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ച കപ്പലണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് വറുത്തിട്ടില്ല, പച്ച കപ്പലണ്ടിയാണ്. ഇതൊരു 100 ഗ്രാം പച്ച കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ലൂസാകാൻ പാടില്ല കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് എടുത്ത് ഓരോ കപ്പലണ്ടി ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തീരെ ലൂസാക്കി എടുക്കരുത്. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മൾ ഒരു പാന് ഗ്യാസ്മേ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുക്കാനുള്ള ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ കപ്പലണ്ടി ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇതല്ലെങ്കിൽ കട്ട പിടിച്ച പോലെയാണ് ഇരിക്കുക. നമ്മൾ വെച്ചാൽ ഇത് ലൂസായിട്ടല്ല എടുത്തേക്കുന്നത്. അപ്പോഴാണ് മസാല ശരിക്കും നമ്മുടെ കപ്പലണ്ടിയമ്മ ഇരിക്കുക. ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മെയിൻ പണി കൂടുതലുള്ളത് ഇതാണ്. ബാക്കിയുള്ള മിക്സിങ് ഒന്നും പണിയുള്ളതല്ല. ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. നമ്മുടെ ഉള്ളിലത്തെ കപ്പലണ്ടി നമ്മൾ പച്ച കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലത്തെ കപ്പലണ്ടിയും ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുകൊണ്ട് ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ. കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ ഇട്ടാലാണ് ഇതെല്ലാം ഒന്ന് വിട്ട് വിട്ട് പോരല്ലോ. അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ.
നമ്മുടെ കപ്പലണ്ടി എല്ലാം നമ്മൾ വറുത്ത് കോരിയുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചുവന്ന മുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ കപ്പലണ്ടി എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല എളുപ്പമല്ല നമ്മുടെ മസാല കപ്പലണ്ടി ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളാം. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവസാനം വറുത്തെടുത്തില്ലേ, വേപ്പിലും നമ്മുടെ ചുവന്ന മുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി കുറച്ചുകൊണ്ട് നിങ്ങൾ ചതച്ചിട്ട് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിൽ ചതച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളാം. നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇത് ചൂട്ടോടെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മസാല ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 100 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് പച്ച കപ്പലണ്ടി നമ്മൾ ഒന്ന് വറുത്തു, അത് എണ്ണയിലിട്ടിട്ടാണ് വറുത്തത്. അതിന് ശേഷമാണ് ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ടത് ഇതിലേക്ക്. അപ്പോൾ ഇത് 100 ഗ്രാം കപ്പലണ്ടി അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് വീട്ടിൽ വറുത്തതാണ്, പച്ച കപ്പലണ്ടി വാങ്ങിച്ച് വറുത്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തത്, സബോള ഒരെണ്ണം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എരിവ് അനുസരിച്ച് എടുത്താൽ മതി. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്, അപ്പോൾ 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എരിവ് വേണം. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, എളുപ്പത്തിൽ റെഡിയാവും ചെയ്യും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമ്മളൊരു ബൗളിൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി ഇട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇടാം, സബോളയും നമ്മുടെ പച്ചമുളകും ഇതെല്ലാം കൂടി ഇടാം. ഇത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്യാം. അല്ലാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബോളയുടെ നനവൊക്കെ കാരണം നമ്മുടെ കപ്പലണ്ടി ചിലപ്പോൾ ഒന്ന് തണുത്ത് പോകും. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിനെ നിങ്ങളൊന്നും കഴിച്ചു നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയോളൂ. എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പ് ഓഫ് കപ്പലണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ ബൈ.